ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ പാനൽ സിസ്റ്റത്തിന്റെ 10 ദിവസത്തിന് ശേഷമുള്ള റിവ്യൂ ആയിരുന്നു അത്. അപ്പൊ ആ വീഡിയോയുടെ താഴെ കമന്റ്സിലൊക്കെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബില്ല് വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോളാർ പാനൽ വെച്ചിരിക്കുന്നവർക്ക്, അതായത് ഹോം സോളാർ സിസ്റ്റത്തില് ഒരു മാസത്തിൽ ഒരിക്കലാണ് ബില്ല് വരുന്നത്. വീട്ടില് സോളാർ പാനൽ വെച്ചത് ഏപ്രിൽ മാസത്തിലാണ്. ആ ഏപ്രിൽ മാസത്തിൽ 23-ാം തീയതിയാണ് KSEB സ്റ്റാഫ് വന്നിട്ട് ബൈഡയറക്ഷണൽ മീറ്റർ ഫിക്സ് ചെയ്തത്. അന്ന് തന്നെ പ്ലാന്റ് ഓൺ ആക്കുകയും ചെയ്തു. അപ്പം അന്ന് തൊട്ട് 30th വരെ, അതായത് 8 ദിവസത്തേക്കുള്ള ബില്ല് ഞങ്ങൾക്ക് വന്നത് 104 രൂപയാണ്. ഫിക്സ്ഡ് ചാർജ് ആയിട്ടുള്ള 104 രൂപയാണ് വന്നത്. അതിനുശേഷം ഫുൾ മന്തിലെ ബില്ല് വന്നത് മെയ് മാസത്തിലാണ്. അത് ഫിക്സ്ഡ് ചാർജ് ആയിട്ടുള്ള 250 റുപ്പീസ് ആണ്. അതായത് അവരുടെ ഫിക്സ്ഡ് ചാർജ് 220 പിന്നെ 30 റുപ്പീസ് മീറ്റർ റെന്റും ആണ്. അപ്പൊ ഞങ്ങൾക്ക് വന്ന ബില്ലിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. KSEB നമ്മുടെ ഒരു ദിവസത്തിന് 3 ടൈം സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 6 AM to 6 PM നോർമൽ അവേഴ്സ്, 6 PM to 10 PM പീക്ക് അവേഴ്സ്, 10 PM to 6 AM ഓഫ് പീക്ക് അവേഴ്സ് എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് വന്ന ബില്ല് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് നമ്മളുടെ പ്ലാന്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയും നമ്മളുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്കത് ആ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അല്ലാത്ത സമയത്ത്, അതായത് സൺലൈറ്റ് കുറയുന്ന സമയത്തോ മഴയുള്ള സമയത്തോ ഒക്കെ നമ്മുടെ പ്ലാന്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ KSEB ഗ്രിഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞ മെയ് മാസത്തിൽ ജനറേറ്റ് ചെയ്തത് ആകെ 410 യൂണിറ്റ്സ് ആണ്. ഇതാണ് ഞങ്ങൾ KSEB ലൈനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ ഡീറ്റെയിൽസ്. അതായത് നോർമൽ സോൺ ടൈമിൽ 37 യൂണിറ്റ്സും പീക്ക് ടൈമിൽ 51 യൂണിറ്റ്സും ഓഫ് പീക്ക് ടൈമിൽ 71 യൂണിറ്റ്സും, അതായത് ടോട്ടലി 159 യൂണിറ്റ്സാണ് ഞങ്ങൾ KSEB ലൈനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തത്. ഈ I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ട് എന്നാണ്. ഇനി നമ്മൾ KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ ഡീറ്റെയിൽസ് ആണിത്. നോർമൽ ടൈമിൽ നമ്മൾ 277 യൂണിറ്റ്സ് ആണ് എക്സ്പോർട്ട് ചെയ്തത്. നോർമൽ ടൈമിൽ മാത്രമേ നമ്മുടെ സോളാർ പ്ലാന്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ 2 സമയത്ത് പീക്ക് ടൈമിലും ഓഫ് പീക്ക് ടൈമിലും 0 യൂണിറ്റ്സ് എന്നുള്ള കാണിക്കുന്നത്. അതായത് നമ്മൾ ടോട്ടലി 277 യൂണിറ്റ്സ് ആണ് ഈ മാസം KSEB ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റി. അതായത് ഞങ്ങൾ ഈ കഴിഞ്ഞ മെയ് മാസം KSEB ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്തത് 277 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും അവിടെ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് 159 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുമാണ്. ബാക്കി വരുന്ന 118 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് KSEBയുടെ എനർജി ബാങ്കിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയത്. ഇങ്ങനെ ഓരോ മാസവും മിച്ചം വരുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ എനർജി ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. പക്ഷേ ഒരു മാസത്തിൽ ക്രെഡിറ്റ് ആവുന്നത് അടുത്ത മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസവും മിച്ചം വരുന്ന യൂണിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വർഷത്തിൽ ഒരിക്കൽ യൂണിറ്റിന് റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. സോളാർ സിസ്റ്റം വെക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് മാസത്തിൽ 1200 രൂപ മുതൽ 2350 രൂപ വരെയൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുമായിരുന്നു. ഈ വീഡിയോ ചെയ്യുന്ന ദിവസം സോളാർ വെച്ച് കൃത്യം 2 മാസം തികഞ്ഞു. ഈ 2 മാസത്തിൽ 814 യൂണിറ്റ്സാണ് സോളാർ വഴി ഞങ്ങൾ ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ പവർ ജനറേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ തോതിൽ നമ്മളും പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അടുത്തതായിട്ട് സബ്സിഡി കിട്ടിയോ എന്നുള്ള ക്വസ്റ്റ്യന്റെ മറുപടിയാണ്. ഞങ്ങൾ ഏപ്രിൽ 23 വെച്ചിട്ട് സോളാർ പ്ലാന്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ജൂൺ 18 സബ്സിഡി കിട്ടിയത്. ഈ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് നമ്മളുടെ വീട്ടിലെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത ഏജൻസിയാണ് രജിസ്ട്രേഷൻ ഫോം ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് അവർ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മുതൽ സബ്സിഡി അലോട്ട്മെന്റ് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ യഥാസമയം തന്നെ നമ്മളുടെ ഏജൻസി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. PM സൂര്യഘർ എന്ന മൊബൈൽ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ സോളാർ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് മുതൽ സബ്സിഡി കിട്ടുന്ന ഡേറ്റ് വരെ നമുക്ക് ട്രാക്ക് ചെയ്യാം. സോളാർ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ്, KSEB ഇൻസ്പെക്ഷൻ ഡേറ്റ്, സബ്സിഡി പ്രോസസ്സിംഗ് തുടങ്ങിയ ഓരോ സ്റ്റേജും ഈ ആപ്പിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി സബ്സിഡി അലോട്ട്മെന്റ് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതേ സൈറ്റിൽ തന്നെ ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഏജൻസിക്കാരുടെ കയ്യിൽ നിന്നും എല്ലാ വാറണ്ടികളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ മറന്നു പോകരുതേ. സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
AC, വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വെക്കുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് സിംഗിൾ ഫേസ് ആണ് ഇത് എടുക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ ഉപകരണങ്ങളോടും ഒന്നിച്ചിട്ട് ഓൺ ആക്കി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സോളാർ സിസ്റ്റത്തിന്റെ എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമന്റുകളും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.